ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇടയിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ഒരുപാട് ആൾക്കാരുണ്ടാകും അല്ലേ, ചെറുപ്പത്തിൽ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റാതെ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും, പിന്നെ ഉപയോഗിക്കാതെ മറന്നു പോയിട്ടുണ്ടാകും, ഓതി നോക്കാതെ മറന്നു പോയിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, എന്നാൽ ഖുർആൻ ഓതണം എന്ന് പതിയായ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവരിനായിരിക്കും വീഡിയോ കാണുന്നത്, അത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറയുന്നത് ഒരു വലിയ നമ്മൾ ചെയ്ത ഒരു ഏറ്റവും വലിയൊരു തെറ്റൊന്നുമല്ല. പക്ഷേങ്കിലും ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കുറവ് തന്നെയാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് പകരം നമ്മളത് എങ്ങനെ ആ ഒരു കുറവ് പരിഹരിക്കാമെന്ന് നോക്കണം. എങ്ങനെ ഖുർആൻ ഓതാൻ അറിയില്ല എന്നുള്ള ആ ഒരു കുറവിനെ നമ്മൾ പരിഹരിക്കുക, അതിന് ഒരേ ഒരു പരിഹാരമാർഗ്ഗം മാത്രമേ ഉള്ളൂ, ഖുർആൻ ഓതാൻ പഠിക്കുക അത് എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ ഓതാൻ പഠിക്കാൻ വേണ്ടി നമ്മുടെ ഇടയിൽ ഒരുപാട് വഴികളുണ്ട്. അതിൽ ചെറിയൊരു വഴിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ഖുർആനിക് റൂട്ട്സ് അക്കാഡമി ഖുർആൻ ഓതാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഖുർആൻ ഓതാൻ അറിയാത്തവരെന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ചെറിയ കുട്ടികളായിക്കോട്ടെ, വലിയ കുട്ടികളായിക്കോട്ടെ, വലിയ ആളുകളായിക്കോട്ടെ, നമ്മളിപ്പോൾ 70 വയസ്സുള്ള ആളുകളെ വരെ അൽഹംദുലില്ലാ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പഠിച്ചോനെ എനിക്കിപ്പോൾ പറ്റുമോ, എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതുവരെ നമ്മൾ ഒരുപാട് ആളുകളെ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇനി പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട്. അൽഹംദുലില്ലാ ഇതുവരെ ഒരുപാട് ആൾക്കാർക്ക് നമ്മളൊന്നും അറിയാത്തവർക്ക് ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു. ഇപ്പോൾ അവർ വളരെ മനോഹരമായിട്ട് ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുന്നു. കുട്ടികളായിക്കോട്ടെ, വലിയ ആളുകളായിക്കോട്ടെ, ഇതിപ്പോൾ നിങ്ങളെയും എല്ലാവരെയും നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് 20 ദിവസത്തെ ക്ലാസ്സാണ് വരുന്നത്. 20 ദിവസം കൊണ്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കും എനിക്കൊന്നും അറിയില്ല, എനിക്ക് 20 ദിവസം കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റുമോ, ഒന്നും അറിയില്ല എന്ന്. നോ ടെൻഷൻ, നോ പേടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുതലേ അറബി അക്ഷരങ്ങൾ മുതലാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ആദ്യം അറബി അക്ഷരങ്ങൾ പഠിക്കും, പിന്നെ ഓരോ ചെറിയ ചെറിയ വാക്കുകൾ വായിക്കാൻ പഠിക്കും, പിന്നെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ വായിക്കാൻ പഠിക്കും, പിന്നെ ഖുർആൻ ആയത്തുകൾ, ചെറിയ ചെറിയ ആയത്തുകളൊക്കെ ഓതാൻ പഠിക്കും, പിന്നെ നമ്മൾ ഖുർആൻ നല്ല ഫ്ലോയിൽ ഓതാൻ പഠിക്കും. ഇങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ 20 ദിവസം കൊണ്ട് ഇത് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഷുവറാണ്. ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, നടക്കും. നമുക്കൊരു മനസ്സുണ്ടാവണം, നല്ല ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹം ഉണ്ടാകണം, ഒരു ഡെഡിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ഇതിന് പ്രായപരിധിയും കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഫീസ് വരുന്നത് 1000 രൂപയാണ് കേട്ടോ. ഫീ ഒക്കെ ഉണ്ടോ എന്ന് ചില ആളുകൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും. സ്വാഭാവികമാണ്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, അങ്ങനെയൊക്കെ വിചാരിച്ച് പോകും. അതൊരു തെറ്റൊന്നുമല്ല. എന്നാലും ഞാൻ പറയാണ്, നമ്മൾ പരലോകത്തേക്കുള്ള യാത്രയുടെ ഒരു ചെറിയ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഖുർആൻ ഓതാൻ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് പഠിച്ചോൻ തന്ന സമ്പാദ്യത്തിൽ നിന്ന് എത്ര കുറച്ചാണ് പഠിച്ചോൻ തന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കുറച്ചൊന്നും ചിലവാക്കുന്നതിന് യാതൊരു മടിയും കൂടെ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരലോകത്തേക്കുള്ള അത്രയും വലിയൊരു സമ്പാദ്യമാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമാവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മൾ വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, പഠിച്ചോനെ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാരുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഇതിൽ നിന്നൊരു ലിങ്ക് ഉപയോഗിച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറൊക്കെ ഫുള്ള് ലീക്കാവുമെന്ന്. അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. കാരണം ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമായ ഒരാൾക്കും മറ്റൊരാളുടെ നമ്പർ പരസ്പരം കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് ഫുൾ സേഫ്റ്റി ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഗ്രൂപ്പാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്കും വേറെ ആരുടെ നമ്പറും കാണാൻ പറ്റില്ല, നിങ്ങളുടെ നമ്പറും വേറെ ആർക്കും കാണാൻ പറ്റില്ല. അഡ്മിന് മാത്രമേ കേട്ടോ പരസ്പരം നമ്പറുകൾ കാണാൻ പറ്റുള്ളൂ, ഗ്രൂപ്പ് അഡ്മിന് ആയിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.